LDC 2017 ഇടുക്കി, കോഴിക്കോട്, ആലപ്പുഴ ജില്ലകളിൽ നടന്ന എക്സാമിൻ്റെ മാത്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ ബോത്ത് മാസ് വെച്ച് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അതായത് ക്വസ്റ്റ്യൻ 8 ഹരിക്കണം 4 + 2 × 4 എന്നായിരുന്നു. ബോത്ത് മാസ് അനുസരിച്ച് നമ്മൾ ആദ്യം ഡിവിഷൻ ചെയ്യണം. അതായത് 8/4 ചെയ്യണം. അപ്പോൾ 8/4 2 എന്ന് പറഞ്ഞ ആൻസർ കിട്ടും. അപ്പോൾ 2 + 2 × 4. പിന്നെ ബോത്ത് മാസ് വെച്ച് രണ്ടാമത് മൾട്ടിപ്ലിക്കേഷൻ ആണ് ചെയ്യേണ്ടത്. അപ്പോൾ 2 × 4 8 വരും. അപ്പോൾ നമ്മൾ 2 + 8 = 10 എന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആണ്. അടുത്തത് ഒരു അഡീഷൻ ആണ്. അതായത് പൂർണ്ണസംഖ്യകളെയും മിശ്രസംഖ്യകളൊക്കെ ഉള്ള ഒരു അഡീഷനാണ്. ഇങ്ങനത്തെ അഡീഷൻ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പൂർണ്ണസംഖ്യകളൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റി നിർത്തി ആഡ് ചെയ്യുക. അതുപോലെ മിശ്രസംഖ്യകളൊക്കെ മറ്റൊരു സൈഡിലേക്ക് മാറ്റി നിർത്തി ആഡ് ചെയ്യുക. അതായത് 1 + 2 + 3 + 1/2 + 1/3 1 + 2 + 3 നമുക്ക് 6 എന്ന് കിട്ടും. 1/2 + 1/3 എന്ന് പറയുമ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 + 2 / 3 × 2 അതായത് 5/6 എന്ന് കിട്ടും. അപ്പോൾ 6 + 5/6 എന്ന് കിട്ടും. വീണ്ടും നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6 × 6 + 5 എന്ന് വരും. അതായത് 36 + 5 41/6 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഓപ്ഷൻ ബി ആണ് ആൻസർ. ഈ ഒരു സംഖ്യയുടെ 15% 27 അയക്കുന്ന സംഖ്യ എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം ഒരു സംഖ്യയുടെ 100% എന്ന് പറഞ്ഞാൽ ആ സംഖ്യ തന്നെയാണ്. അപ്പോൾ നമുക്കിവിടെ ആ സംഖ്യയുടെ 100% ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 15% 27 അയക്കാനാൽ 1% എന്ന് പറയുമ്പോൾ 27/15. അപ്പോൾ 100% എന്ന് പറയുമ്പോൾ 27/15 × 100. അപ്പോൾ നമുക്ക് 15-ൽ 5 3 വട്ടം പോകും, 100-ൽ 20 വട്ടം പോകും, അതുപോലെ 27-ൽ 3 9 വട്ടം പോകും. അപ്പോൾ നമ്മുടെ ആൻസർ 9 × 20 180 എന്ന് കിട്ടും. ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. രണ്ടാമത് 400 രൂപയ്ക്ക് വാങ്ങിയ ഒരു സാധനം 440 രൂപയ്ക്ക് വിറ്റാൽ ലാഭശതമാനം എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം ലാഭശതമാനം എന്ന് പറയുന്നത് ലാഭം ബൈ വാങ്ങിയ വില × 100 ആണ്. ലാഭം എന്ന് പറയുമ്പോൾ 440 - 400 × 100. ലാഭം എന്ന് പറയുമ്പോൾ 440 - 400 അതായത് 40 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ലാഭശതമാനം എന്ന് പറയുമ്പോൾ 40/400 × 100. 40/400 × 100 ചെയ്യുമ്പോൾ 400-ൽ 2 0 100-ൽ 2 0 വെട്ടിപ്പോകും. അപ്പോൾ 40/4 എന്ന് കിട്ടും. 40/4 = 10 എന്ന് കിട്ടും. ആൻസർ ബി എന്ന് കിട്ടും. അടുത്തത് നമുക്ക് 2400 രൂപയ്ക്ക് 2 വർഷത്തെ പലിശ 384 രൂപയെ പലിശ നിരക്ക് എത്രയാണ് ക്വസ്റ്റ്യൻ. നമുക്ക് പലിശയായി ഇൻട്രസ്റ്റ് ആണുള്ള ഇക്വേഷൻ നമുക്കറിയാം. I = PNR എന്നാണ്. അതിൽ പി എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ എമൗണ്ട് ആയി 2400-ഉം I എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് അഥവാ പലിശയാണ്. അവിടെ 384 രൂപ എന്ന് തന്നിട്ടുണ്ട്. N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇയേഴ്സ് ആണ്. അതിവിടെ 2 എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ട 6 ആണ്. നമുക്ക് I = PNR എന്ന് നമുക്ക് ആറിന്റെ ഇക്വേഷൻ ഉണ്ടാക്കാം. അത് R = I/PN × 100 എന്ന് വരും. I = 384 നമുക്കറിയാം. അപ്പോൾ 384 × 100/2400 × 2 എന്ന് വരും. നമ്മൾ പിയും എന്നും ഐയും ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 384 × 100 / 2400 × 2 എന്ന് വരും. അപ്പോൾ നമുക്ക് 100-ന്റെ 2 0 2400-ന്റെ 2 0 വെട്ടിപ്പോകും. 384/24 × 2 എന്ന് വരും. 384/48 വരും. നമുക്ക് ആൻസർ 8 എന്ന് കിട്ടും. ഇനി A/B 1:3 B/C 4:5 ആയാൽ A/C എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ A/C കണ്ടുപിടിക്കാൻ നമ്മൾ ആദ്യം A/B/C കണ്ടുപിടിച്ചിട്ട് അവൻ നമ്മൾ A/C എടുത്ത് എഴുതാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ A/B എഴുതി, അത് B/C A/Bയുടെ തൊട്ട് താഴെയായിട്ട് ഒരു സ്ഥലം മാറ്റി എഴുതി. നമുക്ക് ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന പോലെ തന്നെ 3-ന്റെ അടിയിലാണ് 4:5 എന്ന് എഴുതിയത്. ഇനി നമ്മൾ A/B/C ആണ്. ആദ്യത്തെ സംഖ്യ 1 ആണ്. അപ്പോൾ 1-ന്റെ അടിയിൽ ഒന്നും ഇല്ലാത്തതുകൊണ്ട് 1-ന്റെ റൈറ്റ് സൈഡിലുള്ള 4 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ 1 × 4 ഇനി 3-ന്റെ അടിയിൽ 4 ഉണ്ട്. അപ്പോൾ 3 × 4 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. ഇനി സിയുടെ സ്ഥാനത്ത് ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ബിയുടെ സ്ഥാനത്ത് 3 കൊണ്ട് താഴത്തെ സിയുടെ സ്ഥാനത്ത് 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ നമുക്ക് 4:12:15 വരും. അതിനകത്ത് A/C എന്ന് പറയുമ്പോൾ 4:15 ആണ് ആൻസർ ആയിട്ട് വരിക.
നമുക്ക് 10, 12, 14, 16, 18 എന്നീ സംഖ്യകളുടെ ശരാശരി കാണാൻ പറഞ്ഞിട്ടുണ്ട്. പത്ത്, 12, 14, 16, 18 എന്നീ സംഖ്യയുടെ ശരാശരിയാണ്. അപ്പോൾ നമുക്ക് നോക്കി അറിയാം ഇതൊരു സമാന്തര ശ്രേണിയാണ്. അപ്പോൾ ഒരു സമാന്തര ശ്രേണിയിലെ സംഖ്യകളുടെ ശരാശരി എന്ന് പറയുന്നത് ആ ശ്രേണിയിലെ മിഡിൽ ടേമിന് തുല്യമായിരിക്കും. അതായത് ഇവിടുത്തെ മിഡിൽ ടേം എന്ന് പറയുന്നത് 14ആണ്. അപ്പോൾ നമ്മുടെ ആൻസറും 14ആണ്. ഇനി ഒരു സമചതുരത്തിന് ചുറ്റളവ് 16 എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണ് അതിന്റെ വിസ്തീർണം കാണാൻ ക്വസ്റ്റ്യൻ. നമുക്കറിയാം ചുറ്റളവ് എന്ന് പറയുമ്പോൾ 4a ആണ്. സമചതുരം ആകുമ്പോൾ എല്ലാ വശവും a എന്ന് സങ്കല്പിക്കുക. അപ്പോൾ നമുക്ക് ചുറ്റളവ് എന്ന് പറയുമ്പോൾ 4a എന്ന് കിട്ടും. അവിടെ നമുക്ക് a = 16/4 = 4 എന്ന് കിട്ടും. എന്നിട്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വിസ്തീർണമാണ്. വിസ്തീർണം എന്ന് പറയുമ്പോൾ a² ആണ്. അതായത് 4 × 4 = 16 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഇതൊരു സമാന്തര ശ്രേണി വന്നിട്ടുണ്ട് 4, 7, 10 എന്നിങ്ങനെ. ഇതിൽ 101ാമത്തെ പദമാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം ഒരു സമാന്തര ശ്രേണിയിലെ n-ാം പദം എന്ന് പറഞ്ഞാൽ a + n-1 × d ആണ്. ഇവിടെ a എന്ന് പറയുന്ന ആദ്യ പദവും d എന്ന് പറയുന്നത് പൊതുവ്യത്യാസമായി 3ഉമാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ 101ാം പദം എന്ന് പറയുമ്പോൾ 4 + 101 - 1 × 3 എന്ന് വരും. അതായത് 4 + 100 × 3 വരും. അതായത് 4 + 300 = 304 എന്ന് വരും. നമ്മുടെ ഓപ്ഷൻ സി ആണ് ആൻസർ. ഇനി അടുത്തൊരു സീക്വൻസ് ആണ് 4, 10, 6, 13, 8 എന്നിങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാം 1ാമത്തെ ടേം 4, അതുപോലെ 3ാമത്തെ ടേം 6, 5ാമത്തെ ടേം 8, അതായത് 1ഉം 3ഉം 5ഉം ടേംസ് അങ്ങനെ പോകുന്നതൊക്കെ 2 വെച്ച് ആഡ് ചെയ്തിട്ടാണ്. അതുപോലെ 2ാമത്തെ ടേം 10, രണ്ടാമത്തെ ടേം 10, അതേപോലെ തന്നെ 4ാമത്തെ ടേം 13. അപ്പോൾ നമുക്ക് അത് 3 വെച്ചാണ് പോകുന്നത്. 2ഉം 4ഉം 6ഉം ടേംസ് 3 വെച്ചാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ 6ാമത്തെ ടേം എന്ന് പറയുന്നത് 13 + 3 അത് 16 ആയിരിക്കും വരിക. അപ്പോൾ നമ്മുടെ ആൻസർ 16 ആണ്. ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 8 + 2 = 610, 9 + 5 = 414 ആയിരിക്കണം. 8 + 7 = എന്താണ് ക്വസ്റ്റ്യൻ? നമുക്ക് 8 + 2 എന്ന് പറഞ്ഞാൽ ഒരു കോഡ് രൂപത്തിൽ 610 എന്ന് തന്നിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കണം. നമ്മൾ നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി 8ൽ നിന്ന് 2 കുറച്ച് 6 ആണ് നമ്മൾ ആദ്യം എഴുതിയേക്കുന്നത്. അതുപോലെ 8 2ഉം കൂട്ടിയ 10 ആണ് അവസാനം എഴുതിയേക്കുന്നത്. അപ്പോൾ നമ്മൾ അടുത്തേലും ചെക്ക് ചെയ്ത് നോക്കി. 9ൽ നിന്ന് 5 കുറച്ച് 4 ആണ് ആദ്യം എഴുതിയേക്കുന്നത്. 9 + 5 16 ആണ് രണ്ടാമത് എഴുതിയേക്കുന്നത്. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 8ൽ നിന്ന് 7 കുറച്ച് 1ഉം 8 + 7 15ഉം 115 ആണ് ആൻസർ. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഇനി 63ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 125, 64, 27. നമുക്കറിയാം 125 എന്ന് പറഞ്ഞാൽ 5 ക്യൂബാണ്, 64 എന്ന് പറഞ്ഞാൽ 4 ക്യൂബാണ്, 27 എന്ന് പറഞ്ഞാൽ 3 ക്യൂബാണ്. അപ്പോൾ നമുക്ക് വേണ്ട സംഖ്യ എന്ന് പറയുന്നത് 2ന്റെ ക്യൂബാണ്. 2ന്റെ ക്യൂബ് 8 ആണ്. ഇനി ഒറ്റയാൻ ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഗോളം, സിലിണ്ടർ, വൃത്തം, ക്യൂബ്. നമുക്കറിയാം ഇതിനകത്ത് ഗോളവും സിലിണ്ടറും ക്യൂബും എല്ലാം 3D അതായത് ത്രിമാന രൂപമാണ്. വൃത്തം മാത്രമാണ് 2 ഡയമെൻഷൻ ആയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ആൻസർ സി വൃത്തമാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഡോഗ് എന്നതിനെ WLT എന്ന് എഴുതിയാൽ കാറ്റ് എന്നതിനെ എങ്ങനെ എഴുതാം എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാന്ന് വെച്ചാൽ ഡി എന്ന് പറയുന്നത് ആദ്യത്തെ ആൽഫബറ്റിക് ഓർഡറിലെ ആദ്യത്തെ 4ാമത്തെ സംഖ്യയാണ്. അതായത് W എന്ന് പറയുന്നത് ആൽഫബറ്റിക് ഓർഡറിലെ അവസാനത്തെ 4ാമത്തെ സംഖ്യയാണ്. അപ്പോൾ ഇത് അങ്ങനെയാണ് ഇതിന്റെ കണക്ക് പോകുന്നത്. അപ്പോൾ നമുക്ക് കാറ്റ് എന്ന് പറയുന്നത് സി ആദ്യത്തെ 3ാമത്തെ സംഖ്യയാണ്. അപ്പോൾ നമുക്ക് അവസാനത്തെ 3ാമത്തെ സംഖ്യ ഇസഡ് ആണ്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ സി ആണ്. സി അല്ലെങ്കിൽ ഡി ആകുമെന്ന് നമുക്ക് ഉറപ്പിക്കാം. അതേപോലെ തന്നെ എ എന്ന് പറയുന്നത് ആൽഫബറ്റിക് ഓർഡറിലെ ആദ്യ സംഖ്യയാണ്. അപ്പോൾ ആൽഫബറ്റിക് ഓർഡറിലെ അവസാന സംഖ്യ എന്ന് പറഞ്ഞാൽ ഇസഡ് ആണ്. ഇനി ടിയുടെ കറസ്പോണ്ടിങ് ആയിട്ട് അപ്പോൾ നമുക്ക് വരുന്നത് ജി ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി XZ G ആണ്. ഇനി നമുക്കൊരു ക്ലോക്കിലെ സമയം 4:10 ആയാൽ പ്രതിബിംബത്തിലെ സമയം എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കറിയാം ക്ലോക്കിൽ പ്രതിബിംബം കണ്ടുപിടിക്കാൻ നമുക്ക് 11:60 നിന്ന് നമുക്ക് കിട്ടിയ സംഖ്യ നമുക്ക് തന്ന സംഖ്യ കുറച്ചാൽ മതി. അപ്പോൾ 11:60 - 4:10 അപ്പോൾ 7:50. ആൻസർ ബി എന്ന് കിട്ടും. ക്ലോക്കിലെ പ്രതിബിംബം കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ 11:60 നമുക്ക് ഏതിന്റെ പ്രതിബിംബമാണ് കണ്ടുപിടിക്കേണ്ടത് അത് ആ സമയം കുറച്ചാൽ മതി.
ഇനി ക്ലോക്കിൻ്റെ 12 കാലമാകുമ്പോൾ മിനിറ്റ് സൂചിക്കും മണിക്കൂർ സൂചിക്കും ഇടയിലുള്ള ആംഗിൾ എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 30h മൈനസ് 11/2 ഇൻറ്റു എം ആണ്. അതിൽ എച്ച് എന്ന് പറഞ്ഞാൽ ഹവറാണ്, ഇവിടെ 12. അപ്പോൾ 30 ഇൻറ്റു 12 മൈനസ് 11/2 ഇൻറ്റു എം എന്ന് പറഞ്ഞാൽ മിനിറ്റ് ആണ്, മിനിറ്റ് 15. അപ്പോൾ 30 ഇൻറ്റു 12 360 വരും. അതേപോലെ 11 ഇൻറ്റു 15 165 വരും. 165ന്റെ പകുതി എന്ന് പറയുമ്പോൾ 82.5 വരും. 360/82 276 കിട്ടും. അപ്പോൾ ഈ നമുക്ക് കിട്ടിയ ആൻസർ 180 വലുതായതുകൊണ്ട് നമുക്ക് കിട്ടിയ ആൻസർ 360 കുറയ്ക്കണം. അതാണ് നമ്മുടെ ആൻസർ. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുമ്പോൾ 360 മൈനസ് 277.5 82.5 എന്ന് കിട്ടും. അപ്പോൾ ആൻസർ സി ആണ് ആൻസർ. ഇനി നമുക്ക് 2012 ഫെബ്രുവരി 2-ാം തീയതി വ്യാഴാഴ്ചയാണെങ്കിൽ മാർച്ച് 2-ാം തീയതി എത്രയാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കാൻ നമുക്ക് ആദ്യം നമ്പർ ഓഫ് ഡേയ്സ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ നമ്പർ ഓഫ് ഡേയ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ 2012 ഫെബ്രുവരിയിൽ എത്ര ദിവസം ഉണ്ടെന്ന് അറിയണം. അപ്പോൾ 2012 നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, അതുകൊണ്ട് അത് ലീപ്പ് ഇയർ ആണ്. അപ്പോൾ ഫെബ്രുവരിയിൽ നമുക്ക് 29 ദിവസം വരും. അപ്പോൾ ഫെബ്രുവരിയിൽ നമുക്ക് മൊത്തം 29 മൈനസ് 2 27 ദിവസവും പിന്നെ മാർച്ചിൽ 2 മൊത്തം 29 ദിവസമാണ് ഉള്ളത്. എന്നിട്ട് നമ്മൾ 29 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ശിഷ്ടം 1 കിട്ടും. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് വ്യാഴാഴ്ച പ്ലസ് 1 ആയിരിക്കും. നമുക്ക് ശിഷ്ടം 1 കിട്ടിയതുകൊണ്ട് ഒരു ദിവസമാണ് കൂടണം. അതാണ് ആൻസർ വെള്ളിയാഴ്ചയാണ്, ഓപ്ഷൻ ഡി. ഇനി അടുത്ത് ഒരാൾ 25 മീറ്റർ കിഴക്കോട് നടന്ന ശേഷം 10 മീറ്റർ വലത്തോട്ട് തിരിഞ്ഞും 20 മീറ്റർ വീണ്ടും വലത്തോട്ട് തിരിഞ്ഞും 10 മീറ്റർ നടന്നു. അയാൾ ആദ്യം കിഴക്കോട്ട് 25 മീറ്ററാണ് നടന്നത്. പിന്നെ ഇടത്തോട്ട് തിരിഞ്ഞ് 10 മീറ്റർ നടന്നു. പിന്നെ വലത്തോട്ട് തിരിഞ്ഞ് 20 മീറ്റർ നടന്നു. ഫിഗറിൽ കാണുന്ന പോലെ തന്നെ പിന്നെ വലത്തോട്ട് തിരിഞ്ഞ് 10 മീറ്റർ നടന്നു. അപ്പോൾ അയാൾ നടന്ന അതേ ലൈനിൽ തന്നെയാണ് ഇപ്പോൾ അയാൾ ഉള്ളത്, അയാൾ ആദ്യം നിന്നത്. അയാളുടെ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ആദ്യം കിഴക്കോട്ട് നടന്ന 25 മീറ്ററും പിന്നെ നടന്ന ഒരു 20 മീറ്ററും മൊത്തം 25 + 20 45 ആണ് ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ സി 45 ആണ് ആൻസർ. 70ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു ക്യൂവിൽ തോമസ് മുന്നിൽ നിന്ന് 9ാമതും പിന്നിൽ നിന്ന് 8ാമതും ആയാൽ ക്യൂവിൽ എത്ര പേരുണ്ട്? ഇങ്ങനത്തെ ക്വസ്റ്റ്യനിൽ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മുന്നിൽ നിന്ന് പിന്നിൽ നിന്നുള്ള സംഖ്യ രണ്ടും കൂട്ടിയിട്ട് അതിന് 1 കുറയ്ക്കണതായിരിക്കും ആൻസർ. അപ്പോൾ 9 + 8 17 - 1 16. അപ്പോൾ ആൻസർ എ ആണ് ആൻസർ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.